മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്ന ദുഷ്പ്രചരണങ്ങൾ നടക്കുമ്പോഴും പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത്. വ്യക്തികളും വിവിധ സംഘടനകളും കഴിഞ്ഞ ദിവസവും തുകകൾ കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സുമനസ്സുകളാണ് ഓരോ ദിവസവും തുക കൈമാറുന്നത്. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹായത്തിനൊപ്പം അനവധിയായ മനുഷ്യരുടെ ചെറുസഹായങ്ങളും ദിനംപ്രതി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ ഭാര്യ ടി കമല 33,000 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. CPIM MLA-മാർ 1 മാസത്തെ വേതനമായ 50,000 രൂപ വീതവും CPIM MP-മാർ 1 മാസത്തെ ശമ്പളമായ 1 ലക്ഷം രൂപ വീതവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 1 മാസത്തെ ശമ്പളമായ 50,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ദേശാഭിമാനി ദിനപത്രത്തിലെ ജീവനക്കാർ മുഹമ്മദിലെ ഷീഷോർ ഗ്രൂപ്പും 50 ലക്ഷം രൂപ വീതം സംഭാവന ചെയ്തു. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 20 ലക്ഷം രൂപയും അൽമുക്താദിർ ഗ്രൂപ്പ്, തൃക്കാക്കര സഹകരണ ആശുപത്രി, പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്ക്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവ 10 ലക്ഷം രൂപ വീതവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. സാഹിത്യകാരൻ ടി പത്മനാഭൻ, സിനിമാ താരം ജോജു ജോർജ്, ഗായിക റിമി ടോമി എന്നിവർ 5 ലക്ഷവും സംഭാവന ചെയ്തു. കോട്ടയത്തെ സർക്കാർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സ്വരൂപിച്ച 45,000 രൂപ, പുതുശ്ശേരി കതിർക്കാമം മണ്ഡലം MLA KPS രമേശ് 1 മാസത്തെ ശമ്പളത്തുകയായ 48,450 രൂപയും മുൻ MP AM ആരിഫ് 1 മാസത്തെ പെൻഷൻ തുകയായ 28,000 രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊച്ചുമകൻ ഇഷാൻ വിജയ് 12,530 രൂപയും പ്രശസ്ത സിനിമാ താരവും പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ 1 മാസത്തെ പെൻഷൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഇതിനൊപ്പം കമ്മൽ വിറ്റും കുടുക്ക പൊട്ടിച്ചും നിരവധിയായ ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.